ഒരുപാട് ആസ്പിരൻസ് നമ്മൾ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിനെ ഇപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ അടുത്ത് കൂടുതലും അവരാണ് വരുന്നത്. അതിലിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഐ ഫെൽ ഇൻ ടു മൻമോഹൻ സിംഗ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞത്, സാർ ആക്സിഡന്റൽ IPS ഓഫീസറാണെന്ന് പറഞ്ഞ പോലെ യൂണിഫോം വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സോ ഇവരെടുത്ത് പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ നമുക്കിതിനെക്കുറിച്ച് വലിയ ഒത്തൻറ്റിക് ഇൻഫർമേഷൻ ഇല്ല. പലരും പറയുന്നത് എനിക്കൊരു ക്രൈം സീരീസ് ഒക്കെ വായിച്ചാൽ എൻ്റെ ഉള്ളിലൊരു ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട്, അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഷൈൻ ചെയ്യാൻ എനിക്ക് പോലീസ് വേണം. ചില ആൾക്കാർ ദേ ആർ കോർ ഇൻ ടു ആക്ഷൻ, ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പറയാറുണ്ട് എനിക്ക് റോയിലും IBയിലും CBIയിലും ഒക്കെ വർക്ക് ചെയ്ത് മേ ബി സിനിമയുടെ ഹാങ് ആയിരിക്കാം. അപ്പോൾ ഒരു IPS ഓഫീസർക്ക് ശരിക്കും സിവിൽ സർവീസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഇതിലേക്കുള്ളൊരു എൻട്രി ഇപ്പോൾ NSGയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. NSGയുടെ ഡയറക്ടർ IPS ഓഫീസർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് NSGയിൽ പോകാൻ പറ്റുമോ, IB റോ ഇതിലേക്കൊക്കെയുള്ള സാധ്യതകൾ എന്താണ് സാർ ശരിക്കും ഒരു സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ? സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IPSൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതിലൊക്കെ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു IPSൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഒരു കാഡർ അലോട്ട്മെൻ്റ് ആണ്. ഇറ്റ്സ് എൻ ഓൾ ഇന്ത്യ സർവീസ് വെർ യു ഗെറ്റ് അലോട്ടഡ് ടു എ കാഡർ ആൻഡ് യു സെർവ് ഇൻ ദ കാഡർ. പിന്നെ ആ കാഡറിൽ നിന്ന് നമുക്ക് ഡെപ്യൂട്ടേഷൻസിന് അതർ പോലീസ് ഓർഗനൈസേഷൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ നോൺ പോലീസ് ഓർഗനൈസേഷൻസിലേക്ക് പോകാം. വേറെ പലരും പല ഓർഗനൈസേഷനിലും പോയിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കേസ് പറഞ്ഞാൽ ഞാനിവിടെ വിമൻസ് കമ്മീഷൻ്റെ ഡയറക്ടറായിരുന്നു കുറച്ച് കാലം. അപ്പോൾ അങ്ങനെ എന്താണ് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാൻസ്പോർട്ട് കമ്മീഷനായിരുന്നു. അപ്പോൾ അത് ഇൻസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോലീസ് ഓർഗനൈസേഷൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ വെളിയിലേക്ക് പോകാം. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ പോലീസ് ഓർഗനൈസേഷൻസിൽ വരുന്നതാണ് ഈ CBIയും IBയും. അതൊക്കെ അതിലൊക്കെ നമുക്കതിൽ താല്പര്യമുണ്ട്. നമുക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ യു ഔട്ട് ഫോർ ഇറ്റ്. പിന്നെ നമ്മുടെ കരിയർ റെക്കോർഡ് കുറച്ച് നോക്കും, അവരൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ ചെയ്യും, എന്നിട്ട് ദേ വിൽ ടേക്ക് യു. പിന്നെ അതിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് IBയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഹാർഡ് കോർ എന്ന് പറയും. അതായത് ഒരു 7 years IBയിൽ സെർവ് ചെയ്താൽ ദെൻ യു ആർ ഗിവൺ ആൻ ഓപ്ഷൻ വെദർ യു വാണ്ട് ടു റിയലി സ്റ്റേ ബാക്ക് ഇൻ IB. അപ്പോൾ എന്നാൽ പിന്നെ യു വിൽ പ്രോഗ്രസ് ഇൻ IB. അപ്പോൾ നമ്മുടെ കരിയർ യു വിൽ ഹാവ് ടു പ്ലോട്ട് യുവർ കരിയർ, ചാർട്ട് യുവർ കരിയർ ഇൻ IB. അപ്പോൾ യു ലീവ് ദ നോർമൽ പോലീസിങ്, എന്നിട്ട് IBയിലേക്ക് പോകും. ഇൻ്റലിജൻസ് മാത്രം. എന്നിട്ട് സംഭവിക്കുന്നത് വെൻ യു റീച്ച് ദ ടോപ്പ്, ചിലപ്പോൾ ഓൺലി വൺ മാൻ മേക്സ് ഇറ്റ് ടു ദ ടോപ്പ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പീപ്പിൾ ദെൻ അഗെയിൻ കം ബാക്ക് because they can't make it to the apex post. 7 years കഴിയുമ്പോൾ നമ്മൾ 7 years കഴിയുമ്പോൾ they give you a choice. When you look back, I think if I'm not wrong, MK നാരായണൻ സാറിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹി കംപ്ലീറ്റ് കരിയർ IB തന്നെ ആയിരുന്നു തോന്നുന്നല്ലോ. അതെ അത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ കാലത്ത് ഇപ്പോഴൊക്കെ ഏകദേശം വരുന്നത് യു ഓപ്റ്റ് ഫോർ ഇറ്റ് ആൻഡ് യു ഗോ ദെയർ. ഇനിഷ്യൽ ടെന്യൂർ വിൽ ബി 4 years, മാക്സിമം 5 years. പിന്നെ അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡബിൾ അപ് ടു 7 years. ഇപ്പോൾ 7 years കഴിഞ്ഞ് ഇഫ് യു ആർ സ്റ്റേയിങ് ബാക്ക്, ദർ ഇസ് ആക്ച്വലി യു ആർ ഗിവൺ എ ചോയ്സ് വെദർ യു വാണ്ട് ടു ബിക്കം ഹാർഡ് കോർ. അപ്പോൾ ഹാർഡ് കോർ ആണെങ്കിൽ IBയിൽ അങ്ങനെയാണ്. CBIയിൽ അങ്ങനെ ഹാർഡ് കോറിൻ്റെ ഒരു കൺസെപ്റ്റ് ഇല്ല. IBയിലും IBയുടെ സ്വന്തം ഓഫീസേഴ്സ് ഉണ്ട്, ഇൻ്റലിജൻസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് പ്രൊമോഷൻ കിട്ടി വരുമ്പോൾ കുറച്ചൊരു ദ പെർസെൻറ്റേജ് വുഡ് ബി മോർ ഓഫ് IPS ഓഫീസേഴ്സ് ദെൻ ഡയറക്ടർ ഓഫീസേഴ്സ്. റാങ്ക്സിൽ അവർ കൂടുതലായിരിക്കും. CBIയിലും അതുപോലെ അവരുടെ സ്വന്തം കാഡറുണ്ട്. അതുപോലെ യു ഗോ ഓൺ ഡെപ്യൂട്ടേഷൻ, യു ക്യാൻ സ്റ്റേ ദർ. പക്ഷേ CBIയിലൊക്കെ 7 years കഴിയുമ്പോൾ യു ഹവ് ടു കം ബാക്ക്. അവിടെ ഹാർഡ് കോറിൻ്റെ പരിപാടിയില്ല. യു ഹവ് ടു കം ബാക്ക് ആൻഡ് ദെൻ അഗെയിൻ മേ ബി ആഫ്റ്റർ 1 or 2 years നമുക്കൊരു ഡൊമൈൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി ഇഫ് യു വാണ്ട് ടു ഗോ ബാക്ക് യു വിൽ ബി ടേക്കൺ ഫാസ്റ്റർ ദാൻ ബിക്കോസ് യു നോ ദ ജോബ്. അവരുടെ സിസ്റ്റം അറിയാവുന്നതുകൊണ്ട്. പിന്നെ അഗെയിൻ അറ്റ് ദ ടോപ്പ് ദിസ് ഇസ് ദ സെയിം തിങ്, ഓൺലി വൺ മാൻ ഗെറ്റ്സ് ടു ദ ടോപ്പ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർക്ക് തിരിച്ച് കാട്ടിൽ പോകും. ബിക്കോസ് ദർ ആർ 4 or 5 ഈക്വലി ഗുഡ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഒരാൾ വിൽ ബി സെലക്ടഡ് ആൻഡ് ദ അതർ പേഴ്സൺസ് ഗോ ബാക്ക്. NSG ഈസ് എൻ ആർമി പോപ്പുലേറ്റഡ് ഓർഗനൈസേഷൻ. പക്ഷേ ഇതിപ്പോഴും അതിൻ്റെ ചീഫ് IPS ഓഫീസറാണ്. BSF, CRPF, പാരാമിലിറ്ററി, അതൊക്കെ ലാർജ് ഓർഗനൈസേഷൻസ്. അതിനകത്ത് നിന്നൊക്കെ അവരുടെ സ്വന്തം കാഡറുണ്ട്. BSFനും CRPക്ക് ITBPക്കൊക്കെ അവരുടെ കാഡറുണ്ട്. പക്ഷേ ഒരു DIG കഴിഞ്ഞിട്ട് മുകളിലോട്ട് DIG ലെവലിലൊക്കെ അവർക്ക് ഒരുപാട് ഇപ്പോൾ വേക്കൻസീസ് ഉണ്ട്. IPS ഓഫീസേഴ്സ് ആർ നോട്ട് വില്ലിംഗ് ടു ഗോ. ലോട്ട് ഓഫ് വേക്കൻസീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ DIG ലെവലിലൊക്കെ പോസ്റ്റിംഗ് വിൽ ബി വെരി ഹാർഡ്. കംഫർട്ട്സ് ഭയങ്കര കുറവായിരിക്കും. നേരെ മറിച്ച് IG ADGP ഒക്കെ ആകുമ്പോൾ ഇവർ കുറെ കൂടെ സിറ്റീസിലും ഹെഡ് ക്വാർട്ടേഴ്സിലും ഒക്കെ വരുന്നതുകൊണ്ട് പീപ്പിൾ പ്രിഫർ ദാറ്റ്. പക്ഷേ സ്റ്റിൽ IPS ഓഫീസേഴ്സ് are the main component in the top management. അപ്പോൾ ITBP സെൻട്രൽ പോലീസ് ഫോഴ്സിൽ SSLൊക്കെ അങ്ങനെയാണ്. അപ്പം ഇത് ഇസ് എൻ ഓപ്ഷൻ. യു ക്യാൻ ഗോ അക്കോർഡിംഗ് ടു യുവർ. പിന്നെ ആളുകൾ ഇറ്റ്സ് എ മിക്സ്. പേഴ്സണൽ പ്രിഫറൻസ് ഒന്ന്. രണ്ടാമത്തേത് പിന്നെ ഫിസിക്കൽ സർക്കംസ്റ്റാൻസസ്. ഇപ്പോൾ സപ്പോസ് യു ഗെറ്റ് എ കാഡർ. ഇപ്പോൾ സ്ഥിരം കാണുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ്. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഗെറ്റ്സ് പോസ്റ്റഡ് ടു എ നോർത്ത് ഈസ്റ്റ് കാഡർ. You will try to get into a deputation and come back to Delhi
and operate from there. കാരണം culturally there is a great difference. Some people gel and some people make it good there. പക്ഷേ everybody cannot do it. നോർത്ത് ഇന്ത്യൻസ് അതായത് അതർ ദാൻ സൗത്ത് ഇന്ത്യൻസ് പലരും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് വരുമ്പോൾ ദേ ഓൾസോ ചിലരുണ്ട് കുറച്ച് ഇതുപോലെ മിനിമം ടെന്യൂർ ഒരു എസ് പി ഒക്കെ ആയിട്ട് എസ് പി എക്സ്പീരിയൻസ് ദാറ്റ്സ് ക്രിട്ടിക്കൽ. അതൊരു 1, 2, 3, 4 വർഷം എസ് പി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ദേ ട്രൈ ടു ഗോ ഓൺ ഡെപ്യൂട്ടേഷൻ. ഈ ഐ ബിയിൽ ഹാർഡ് കോർ പോവും, CBI പോവും. ബിക്കോസ് അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ദർ ഇസ് എ നെഗറ്റീവ് സൈഡ് ടു ഇറ്റ്. പേഴ്സൺ ഹു കംസ് ഫ്രം എ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ഡൽഹിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 35 years ഒക്കെ അയാളുടെ സർവീസ് ഇവിടെ കഴിഞ്ഞ് അയാൾ തിരിച്ച് ചെല്ലുമ്പോൾ യെസ് നോബഡി ദെയർ. അയാളുടെ പാരൻസ് പോയി കാണും, റിലേറ്റീവ്സ് എല്ലാം, അയാൾക്ക് ഫാമിലി ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യുവർ റൂട്ട്സ് ആർ കട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ ഈ ചോയ്സ് ഓഫ് വേർ യു ഗോ, വിച്ച് ഓർഗനൈസേഷൻ യു ഗോ എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യവും അതേസമയം നമ്മുടെ അന്നത്തെ സർക്കംസ്റ്റാൻസസും ഫാമിലി, ബാക്കിയുള്ള പിള്ളേരുടെ എഡ്യൂക്കേഷൻ, പലരും ഡൽഹിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന പിള്ളേരുടെ എഡ്യൂക്കേഷൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചേർന്ന ഒരു മിക്സാണ്. അത് നമ്മൾ അതിനകത്തോട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഫ്രം ഇപ്പം നമ്മളിപ്പോൾ റോയിൽ അല്ലെങ്കിൽ ഐ ബിയിൽ ചേരണം എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് പോകുന്നതിൽ അത് വലിയ അർത്ഥമില്ല. ബിക്കോസ് യു റിയലി ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് ദർ. യു റിയലി ഡോണ്ട് നോ വെദർ യു റിയലി ഡോണ്ട് നോ വെദർ യു വുഡ് ലൈക്ക് ഇറ്റ് ദർ. അത് പറയാനൊക്കില്ല.